വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വാഹനങ്ങളും നിരത്തിലൂടെ ഓടുമ്പോൾ ഫൈനുകൾ വരാറുണ്ട്. മിക്കവാറും ആളുകൾ അത് ഇഗ്നോർ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പുണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അപ്പോൾ അത് 2024 ഡിസംബർ 30 മുൻപേ നിങ്ങൾക്ക് ഫൈനുകളുണ്ട്, അത് നിങ്ങൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 50% ഇളവിൽ ആ ഫൈനുകൾ ക്ലോസ് ചെയ്യാൻ ഒരു അവസരം ഈ പറഞ്ഞ 2026 ഏപ്രിൽ 30 വരെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളുടെ ഫൈന് ഉണ്ടോ എന്ന് ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മൊബൈലിൽ നോക്കുമ്പോൾ ചില സമയം നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളപ്പോൾ ബാഡ് റിക്വസ്റ്റ് എന്ന് മറ്റുമൊക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബെറ്റർ നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ കോമൺ സർവീസ് സെൻറ്ററിലോ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ RC ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് അവരത് ഫൈൻ ഉണ്ടോ എന്ന് നോക്കി പറഞ്ഞുതരും. അതുപോലെ തന്നെ ഫ്രോഡ് മെസ്സേജുകൾ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. പല ആളുകളും ഇപ്പോൾ നമുക്ക് കോമൺ സർവീസ് സെൻറ്റർ ഉള്ളതുകൊണ്ട് അറിയാം, പല ആളുകളും അങ്ങനെയുള്ള മെസ്സേജുമായിട്ട് നമ്മുടെ സെൻറ്ററിൽ വരുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴാണ് അത് ഫേക്കായിട്ട് വന്ന മെസ്സേജാണ്. ഇങ്ങനൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു കാരണവശാലും ആ ലിങ്കിലും മറ്റും കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള അക്കൗണ്ടുകളിലെ പേയ്മെൻറ്റുകൾ മുഴുവൻ നഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തുക. നമ്മുടെ വാഹന സംബന്ധമായും RTO സംബന്ധമായും ഔദ്യോഗികമായി പോർട്ടലുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ. നമുക്ക് കോമൺ സർവീസ് സെൻറ്ററിനെ കുറിച്ച് നമ്മൾ നേരത്തെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാരത സർക്കാർ സംരംഭമായ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന സംരംഭമാണ്. അപ്പോൾ അതിൽ ഇൻഡിവിജ്വലായിട്ട് ലോജിനുണ്ട്. നമ്മുടെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നതാണ് ഒഫീഷ്യൽ ലോജിൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് പരിഹരിച്ചു തരും. അവരെ കൊണ്ട് ഒക്കാത്ത കാര്യങ്ങൾ അവർ കൃത്യമായിട്ടത് RTO ഓഫീസിലോട്ട് ഗൈഡൻസ് കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടുന്നതായിരിക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം മറക്കല്ല. 2026 30 ഏപ്രിൽ വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ അത് അറിഞ്ഞില്ല, പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ഫൈന് കൂടും. ഇപ്പോൾ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. വണ്ടി ബ്ലാക്ക് ലിസ്റ്റിലാവും, ലൈസൻസ് പോവും, തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിലേക്ക് പോവും. അപ്പം ആ നിയമക്കുരുക്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ഫൈൻ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാലതാമസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കോടതിയിലേക്ക് പോകും. കോടതിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അഡ്വക്കേറ്റ് ഫീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമയം അത്രയും വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ ഫൈനെല്ലാം അടയ്ക്കാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.